ഓം ശ്രീ മാത്രേ നമ. ഇന്നു മുതൽ സഹസ്രനാമങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ശ്രീ ലളിതാ സഹസ്രനാമത്തിലെ നാമങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കുവാൻ പോവുകയാണ് നാം. സാഗരത്തിൻ്റെ ആഴം അളക്കാൻ വളരെ പ്രയാസമാണ്, കാണാൻ അത്ര പ്രയാസമില്ല. നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങാം. എല്ലാ ദേവീ ദേവന്മാർക്കും സഹസ്രനാമങ്ങളുണ്ട്. അവയിൽ വെച്ചെല്ലാം ഏറ്റവും ശ്രേഷ്ഠമായതാണത്രേ ലളിതാ സഹസ്രനാമം. ഇതിന് രഹസ്യ സഹസ്രനാമം എന്നും ഒരു പേരുണ്ട്. ഓരോ നാമവും നമ്മുടെ തന്നെ അന്തരാത്മാവിനെ കുറിച്ച്, യഥാർത്ഥത്തിലുള്ള നമ്മളെക്കുറിച്ചുള്ള ഓരോ അറിവ് നമുക്ക് അനാവരണം ചെയ്തു തരികയാണ്. ദേവിക്ക് അരുണ നിറമാണ്. ആ ഉദിച്ചുയരുന്ന സൂര്യൻ്റെ നിറത്തെ ഒന്ന് മനസ്സുകൊണ്ട് സ്മരിക്കുക. ആ നിറത്തിലേക്ക് നമ്മുടേതെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ലളിതാ സഹസ്രനാമം തുടങ്ങാം. ഈ ദേവിയെ ഏത് നാമം കൊണ്ടാണ് ആദ്യം വിശേഷിപ്പിക്കേണ്ടത്? പല നാമങ്ങളുണ്ട് ദേവിക്ക്. ലളിത എന്ന് വേണമെങ്കിലും തുടങ്ങാം. മനുഷ്യരാശിയുടെ നാവിൽ ആദ്യം വന്നിട്ടുള്ള വാക്ക്, അവൻ ഏത് ഭാഷക്കാരനാകട്ടെ, ഏത് മതക്കാരനാകട്ടെ, അത് അമ്മ എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് ഈ പ്രപഞ്ചത്തിൻ്റെ മൂലശക്തിയെ സംബോധന ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനേറ്റവും അനുയോജ്യമായ വാക്ക് ശ്രീമാത എന്നു തന്നെയാണ്. ശ്രീ എന്ന പദത്തിനർത്ഥം ശ്രേഷ്ഠമായത്. അപ്പോൾ ശ്രീമാത എന്നാൽ ശ്രേഷ്ഠയായ മാത. ശ്രീ എന്ന വാക്കിന് ലക്ഷ്മി എന്നൊരർത്ഥം. ലക്ഷ്മിക്ക് തുല്യരായിട്ടുള്ള മറ്റുള്ളവരെയും അവിടെ ഉദ്ദേശിക്കുന്നു. അവർ ആരൊക്കെയാണ്? വാണീദേവിയും പാർവതീദേവിയും. ആ 3 പേരുടെയും മാത. വിശ്വപ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന 3 ശക്തികൾക്കും കൂടി സ്രോതസ്സായിരിക്കുന്ന ശക്തി ശ്രീമാത. ശ്രീ ഐശ്വര്യം, മാ അളക്കപ്പെട്ടത്. ശ്രീമാത ആരൊരാളാണോ ഐശ്വര്യത്തെ അളന്നു കാണിച്ചത്, അവൾ ശ്രീമാത. ഐശ്വര്യം എന്നാൽ ഈശ്വരൻ്റെ അവസ്ഥ. ഈശ്വരൻ്റെ അവസ്ഥയെ അളക്കുക. ശിവനെ ജീവനാക്കിയ ശക്തി ശ്രീമാത. ശ്രീ എന്നാൽ വിഷം എന്നും അർത്ഥം. വിഷം കണ്ഠത്തിൽ ധരിച്ചിരിക്കുന്നവൻ ശ്രീകണ്ഠൻ. ശിവന്റെ കഴുത്തിലെ വിഷത്തെ നിയന്ത്രിച്ചു നിർത്തിയവൾ ദേവി എന്നർത്ഥം. എല്ലാറ്റിൻ്റെയും ഉദ്ഭവം ഈ ദേവിയാണ് എന്ന് കാണിക്കുകയാണ്. മറ്റൊരർത്ഥം, ഒരു സ്ത്രീ പ്രസവിച്ചു കഴിയുമ്പോഴാണ് അമ്മയാകുന്നത്. സൃഷ്ടിച്ചു കഴിയുമ്പോഴാണ് പരാശക്തി അമ്മയാകുന്നത്. അതുകൊണ്ട് സൃഷ്ടികർത്തിണിയാണ് ഈ ദേവി. ലളിതാ പരമേശ്വരിയെക്കുറിച്ച് വലിയ പരിചയമൊന്നുമില്ലാത്ത ഒരാൾക്ക് ദേവിയെക്കുറിച്ച് പറഞ്ഞാൽ അവർ ആദ്യം ചോദിക്കുന്നത്, ഈ ദേവി ആരാണ്?